ഹായ് 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 എൻ്റെ എല്ലാ മിടുക്കന്മാരും മിടുക്കി കുട്ടികളായ എല്ലാ കൂട്ടുകാർക്കും രണ്ടാമത്തെ യൂണിറ്റ് പെട്ടെന്ന് പറഞ്ഞിട്ടെ നമ്മൾ 5ാം ക്ലാസ്സിലെ രണ്ടാമത്തെ യൂണിറ്റ് നമുക്ക് പെട്ടെന്ന് പഠിച്ചാലോ. പക്ഷെ അതിന് മുമ്പ് മക്കൾ എല്ലാവരും ഈ ചാനല് സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മളെ വീഡിയോ ലൈക്ക് അടിക്കുക. പിന്നെ എല്ലാ കൂട്ടുകാർക്കും നമ്മളെല്ലാ ഫ്രണ്ട്സിനും ഈ വീഡിയോ അയച്ചു കൊടുക്കാം കേട്ടോ. അപ്പൊ നമുക്ക് ആദ്യം ഒരു നല്ല ചിത്രം കണ്ടിട്ട് തുടങ്ങിയാലോ. നമുക്ക് ആദ്യം നല്ല ചിത്രം കാണാം. ദേ നോക്കിക്കേ, നിങ്ങൾ എന്താ കാണുന്നത്? ഒരു അടിപൊളി സ്ലൈഡ് കാണുന്നുണ്ട് അല്ലേ? എല്ലാവർക്കും സ്ലൈഡ് എന്താണെന്ന് അറിയില്ലേ? എല്ലാവർക്കും സ്ലൈഡ് ഇഷ്ടല്ലേ? നമ്മൾ പാർക്കിലൊക്കെ കാണൂലേ? അപ്പൊ ഇത് എന്തിനാ മാഷ് കാണിച്ചെന്നറിയോ? നമ്മള് വെക്കേഷൻ ഒക്കെ അല്ലായിരുന്നോ? ആ സമയം പാർക്കിലൊക്കെ പോയി. പാർക്കിൽ പോയപ്പോ മാളുവിന് സ്ലൈഡ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പൊ മാളു അതിന്റെ ഒരു ഫോട്ടോ എടുത്തിട്ട് മാളുവിന്റെ ഫ്രണ്ടായ അപ്പുവിന് കാണിച്ചു കൊടുത്ത്. അപ്പു പക്ഷെ വേറൊരു കാര്യമാണ് ശ്രദ്ധിച്ചത്. മക്കളെ, ഈ ചിത്രത്തിൽ അപ്പു എന്തായിരിക്കും ശ്രദ്ധിച്ചിട്ടുണ്ടാവുക എന്നറിയോ? നമുക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും പറയാൻ കഴിയോ? നമ്മൾ അപ്പു ഒരു പ്രത്യേകത ഉണ്ട് എന്നാണ് പറഞ്ഞത് ഈ ചിത്രത്തിന്. എന്താണെന്നറിയോ? ഇതിൽ കുറെ കുത്തനുള്ള സാധനങ്ങളുണ്ട്, കുറെ ചെരിഞ്ഞിട്ടുള്ള സാധനങ്ങളുണ്ട്. ശരിയല്ലേ? അപ്പു പറഞ്ഞത് ശരിയല്ലേ മക്കളെ? അപ്പൊ നമുക്ക് കുത്തനുള്ള സാധനങ്ങൾ ആദ്യം നോക്കിയാലോ. മാഷ് കുറച്ച് കുത്തനുള്ള സാധനങ്ങൾ കാണിച്ചു തരാം കേട്ടോ. ഇതേ നോക്കിക്കേ, നമ്മളെ സ്ലൈഡിന്റെ കാലുകൾ രണ്ടും കുത്തനല്ലേ? ആ ദൂരെ കാണുന്ന പോസ്റ്റ് കുത്തനല്ലേ? കുത്തന എന്ന് വെച്ചാൽ നമുക്ക് ഇംഗ്ലീഷിൽ അപ്രൈറ്റ് എന്ന് പറയാം. അപ്പൊ സ്ലൈഡിന്റെ രണ്ട് കാലും അപ്രൈറ്റ് ആണ്, ദൂരെയുള്ള ആ പോസ്റ്റും അപ്രൈറ്റ് അല്ലേ? മക്കൾ കാണുന്നുണ്ടോ? അങ്ങനെ നോക്കിയാൽ നമുക്ക് കുറെ സാധനങ്ങൾ അപ്രൈറ്റ് ആയിട്ട് കണ്ടുകൂടെ? അപ്പൊ നമുക്ക് അടുത്ത നോക്കിയാലോ. ചേർന്നിട്ടുള്ള വസ്തുക്കൾ, സ്ലാൻഡഡ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ നോക്കിയാലോ. ദേ സ്ലാൻഡഡ് ആയിട്ടുള്ള എന്തൊക്കെയാണ്? നമ്മളെ സ്ലൈഡ് തന്നെ നല്ലോണം സ്ലാൻഡഡ് ആയിട്ടാണല്ലേ, നല്ലോണം ചെരിഞ്ഞിട്ടാണല്ലേ. പിന്നെന്തൊക്കെ? നമ്മളെ സ്ലൈഡിലോട്ട് കയറുന്ന കോണി നോക്കി, അതും സ്ലാൻഡഡ് അല്ലേ. പിന്നെന്തൊക്കെ? അങ്ങനെ നോക്കിയാൽ നമുക്ക് കുറെ വസ്തുക്കൾ സ്ലാൻഡഡ് ആയിട്ട് കാണാൻ പറ്റൂലേ. ഇനി മാഷ് നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുള്ള ഒരു അടിപൊളി ചിത്രം കാണിച്ചിട്ടെ. നമുക്കൊക്കെ എല്ലാവർക്കും അറിയാം. ദേ നോക്കിക്കേ, ഇതെന്താ? ഒരു ത്രികോണം അല്ലേ, ഒരു ട്രയാങ്കിള്. അങ്ങനെയാണെങ്കിൽ നിങ്ങളും അപ്പൂനെ പോലെ ചിന്തിച്ചിട്ട് ഇതിൽ ഏതൊക്കെ വരകളാണ് സ്ലാൻഡഡ്, ഏതൊക്കെയാണ് അപ്രൈറ്റ് എന്ന് പറഞ്ഞു തരുമോ? ഈ താഴത്തുള്ള വര അപ്രൈറ്റോ സ്ലാൻഡഡോ ആണോ? അല്ലല്ലോ, ഇത് ചെരിഞ്ഞിട്ടല്ലല്ലോ. ഇത് നമ്മൾ താഴത്തുള്ള വര ഇങ്ങനെ നേരെയാണ്, അന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ ചെരിഞ്ഞിട്ടല്ല. അപ്പൊ നമ്മുടെ സൈഡിലുള്ള ലൈനുകളോ, അത് ചെരിഞ്ഞിട്ടാണോ? താഴെയുള്ള സ്ട്രൈറ്റ് ലൈൻ ആണ്, പക്ഷെ സൈഡിലുള്ള ലൈനൊക്കെ ഇങ്ങനെ കുത്തനെയല്ല, അത് ഇങ്ങനെ സ്ലാൻഡഡ് ആയിട്ട് ചെരിഞ്ഞിട്ടാണല്ലേ. ഇപ്പുറത്തെ സൈഡിലുള്ളതോ, അത് അപ്രൈറ്റ് ആണോ? അതും അപ്രൈറ്റ് അല്ലല്ലേ, അതും ഇങ്ങനെ ചെരിഞ്ഞിട്ടാണല്ലേ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് വേറൊരു ത്രികോണം കാണിച്ചിട്ടെ, വേറൊരു അടിപൊളി ത്രികോണം. ഇത് നോക്കിക്കേ, ഇതിലോ താഴത്തുള്ളത് നേരത്തെ അതേപോലെ സ്ട്രെയിറ്റ് ലൈനാ, ഒരു നേരെയുള്ള വര, അതിന് ചെരിവൊന്നുമില്ല. അപ്പൊ നമ്മൾ രണ്ട് സൈഡിലുള്ളതോ, ഇതോ, ഇതിന് ചെരിവുണ്ടോ? ചെരിവില്ലല്ലേ, അത് കുത്തനുള്ള ഒരു വരയാണ്. അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാ? അപ്രൈറ്റ് ആയിട്ടുള്ള ഒരു ലൈനാണെന്ന് പറയാം അല്ലെ. അപ്പൊ ഇതൊരു അപ്രൈറ്റ് ആയിട്ടുള്ള ലൈനാണല്ലേ. അപ്പൊ അപ്പുറത്തെ സൈഡിലുള്ളതോ, ഇത് അപ്രൈറ്റ് ആയിട്ടുള്ള ലൈനാണോ? അല്ലല്ലോ, അത് കുറച്ച് ചെരിഞ്ഞിട്ടുള്ള വരയാണല്ലേ, അത് സ്ലാൻഡഡ് ആയിട്ടുള്ള വരയാണ്. നമുക്ക് അങ്ങനെ കുത്തനുള്ള വരയും ചെരിഞ്ഞിട്ടുള്ള വരയും പെട്ടെന്ന് മനസ്സിലാക്കാം. അതിനിപ്പോ ചെറിയ വളവുണ്ടെങ്കിലോ, ചെറിയ ചെരിവുണ്ടെങ്കിലോ, അപ്പൊ നമ്മൾ എന്താ ചെയ്യാ? അതിനൊരു ഐഡിയ ഉണ്ട് മക്കളെ. ഇത് കണ്ടോ, നമ്മൾ ജിയോമെട്രി ബോക്സിലൊക്കെ നമുക്ക് ഇഷ്ടംമാതിരി കാണാൻ പറ്റും. ഇതിന്റെ പേരെന്താണെന്നറിയോ? സെറ്റ് സ്ക്വയേഴ്സ്, അല്ലെങ്കിൽ മട്ടങ്ങൾ എന്ന് പറയാം. ഇതേപോലെ ചെറിയ സെറ്റ് സ്ക്വയർ ഉണ്ടാവും, ഇതേപോലെ വലിയ കാലുള്ള സെറ്റ് സ്ക്വയർ ഉണ്ടാവും നമ്മൾ ജിയോമെട്രി ബോക്സിൽ. അതിങ്ങനെ എടുക്കുക, അതിലേതെങ്കിലും ഒരു സെറ്റ് സ്ക്വയർ എടുത്തിട്ട് ഇങ്ങനെ എടുത്ത് നമ്മളെ താഴത്തുള്ള നേരെയുള്ള വരയില്ലേ, ആ സ്ട്രേറ്റ് ലൈനിന്റെ മുകളിൽ ഇങ്ങനെ കറക്റ്റ് ആയിട്ട് വെക്കുക. എന്നിട്ട് നമ്മളെ ഈ സെറ്റ് സ്ക്വയറിന്റെ മറ്റേ സൈഡ് ഭാഗല്ലേ, അതിങ്ങനെ സാവധാനം നീക്കി നോക്കുക. ഇതിന് അറ്റം വരെ നീക്കി നോക്കുക. നമ്മൾ താഴത്തുള്ള വരന്റെ അങ്ങനെ അറ്റം വരെ നീക്കി നോക്കുമ്പോ നമ്മളെ സൈഡിലുള്ള വര, ഈ വരയിൽ നമ്മൾ കുത്തനെയാണോ നോക്കണത്? അത് നോക്കിക്കേ, അതിപ്പോ കറക്റ്റ് അതിന്റെ സൈഡിൽ കൂടെ അല്ലേ പോണേ. നമ്മൾ സെറ്റ് സ്ക്വയറിന്റെ മറ്റേ സൈഡിൽ കൂടെ കറക്റ്റ് ആയിട്ട് പോകുന്നുണ്ട് അല്ലേ. അപ്പൊ നമുക്ക് വരിക അത് കുത്തനെയാണെന്ന്. അങ്ങനെ നമുക്ക് വേറെ ലൈൻ നോക്കിയാലോ. വേറെ ലൈൻ നോക്കാം. ഇത് നോക്കിക്കേ, ഇത് കുത്തനെയാണോ? ഇത് കുത്തനെയാണോ? ചെറിയ സംശയം ഉണ്ടല്ലേ, ചെറിയ ചെരിവുണ്ടോ, ചെറുതായിട്ട് സ്ലാൻഡഡ് ആണോ, ചെറുതായിട്ട് അപ്രൈറ്റ് ആണോ എന്ന് ചെറിയ സംശയം ഉണ്ടല്ലേ. അപ്പൊ നമുക്ക് എന്ത് ചെയ്താൽ മതി? എല്ലാവർക്കും അറിയാലോ, സെറ്റ് സ്ക്വയർ എടുക്കാം. ഇപ്രാവശ്യം ഞാൻ 4 നീളമുള്ള സെറ്റ് സ്ക്വയർ എടുക്കുകയാണെ. അതിങ്ങനെ എടുത്ത് താഴെയുള്ള വരയിൽ ഇങ്ങനെ കൊണ്ടുവച്ച് അറ്റത്തോട്ട് നീക്കി വെക്കുക. അറ്റത്തോട് നീക്കി വെച്ചപ്പോ നോക്കിയേ മക്കളെ, മറ്റേ വര കറക്റ്റ് അതിന്റെ സൈഡിൽ കൂടെയാണോ? അല്ലല്ലോ, ഇങ്ങനെ ചെരിഞ്ഞിട്ടാണ് പോണല്ലേ, സ്ലാൻഡഡ് ആയിട്ടാണ് പോണല്ലേ. അപ്പൊ നമുക്ക് എന്ത് പറയാ? അത് അപ്രൈറ്റ് ആയിട്ടുള്ള ലൈനല്ല, സ്ലാൻഡഡ് ആയിട്ടുള്ള ലൈനാന്ന് പറഞ്ഞൂടെ? സിമ്പിൾ അല്ലേ മക്കളെ?
അങ്ങനെ മക്കളെ നമുക്ക് ഇനി നമ്മളെ ത്രികോണത്തേക്ക് തന്നെ തിരിച്ചു വരാം. മക്കളെ ഇത് നോക്കിക്കേ, നമ്മളെ ത്രികോണത്തിന് എത്ര മൂലകളുണ്ട്? മൂലകൾ എന്ന് വെച്ചാൽ എന്താന്ന് മക്കൾക്ക് അറിയോ? രണ്ട് വരകൾ ഇങ്ങനെ വന്ന് 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 കൂട്ടിമുട്ടും ഒരു കൂർത്ത ഭാഗം ഉണ്ടാവും, അതാണ് മൂലകള്. നമ്മൾ ത്രികോണത്തിന്റെ നോക്കിക്കേ, ഈ വര ഇങ്ങനെ വന്ന് ഇവിടെ, ഈ വര ഇങ്ങനെ വന്ന് ഇവിടെയും അങ്ങനെ കൂട്ടിമുട്ടി ഇവിടെ ഒരു കൂർത്ത ഭാഗം, ഇപ്പുറത്തത് അതേപോലെ ഈ വരും ചെന്ന് കൂട്ടിമുട്ടിയിട്ട് ഒരു കൂർത്ത ഭാഗം, ഇപ്പുറത്തത് ഇതേപോലെ വേറൊരു കൂർത്ത ഭാഗം അല്ലെ. അങ്ങനെ എത്ര കൂർത്ത ഭാഗങ്ങളുണ്ട് നമ്മൾ ത്രികോണത്തിന്? 3 കൂർത്ത ഭാഗങ്ങളുണ്ട് അല്ലെ. അപ്പൊ നമ്മൾ ത്രികോണത്തിന് എത്ര മൂലകൾ ഉണ്ടെന്ന് പറയാ? 3 മൂലകൾ ഉണ്ടെന്ന് പറയാ. അങ്ങനെ നമുക്ക് അടുത്ത ചിത്രം നോക്കിയാലോ? അടുത്തതിന് എത്ര കൂർത്ത ഭാഗങ്ങളുണ്ട് നിങ്ങൾ പറയണേ. നോക്കിക്കേ, ഇതിന് എത്ര കൂർത്ത ഭാഗങ്ങളുണ്ട്? ഇതേ ഈ വര ഇങ്ങനെ വന്ന് വന്ന് ഇവിടെയും, ഈ വര ഇങ്ങനെ വന്ന് വന്ന് ഇവിടെയും, അങ്ങനെ 2 വര ഇവിടെ കൂട്ടിമുട്ടി, അങ്ങനെ ഇവിടെ ഒരു കൂർത്ത ഭാഗമുണ്ട്, ഇവിടെ 2ാമത്തെ കൂർത്ത ഭാഗമുണ്ട്, ഇവിടെ 3ാമത്തെ കൂർത്ത ഭാഗമുണ്ട്, ഇവിടെ 4ാമത്തെ കൂർത്ത ഭാഗമുണ്ട്. അങ്ങനെ 4 കൂർത്ത ഭാഗങ്ങളും കൂട്ടി യോജിപ്പിച്ചിട്ടുള്ള ഒരു ഷേപ്പില്. ഈ ഷേപ്പിന് നമുക്ക് എന്ത് വിളിക്കാം? 3 ആണെങ്കിൽ നമ്മൾ ത്രികോണങ്ങൾ എന്ന് വിളിക്കും. അങ്ങനെയാണെങ്കിൽ 4 ആണെങ്കിൽ നമ്മൾ എന്ത് വിളിക്കും? 3 ട്രയാങ്കിൾ ആണെങ്കിൽ 4 എന്ത് വിളിക്കും അറിയോ? ക്വാഡ്രിലാറ്ററൽ. എന്താണ്? ക്വാഡ്രിലാറ്ററൽസ് നമുക്ക് വിളിക്കാം. അല്ലെങ്കിൽ മലയാളത്തിൽ അതിന് എന്ത് പറയാന്നറിയോ? ചതുർഭുജങ്ങൾ നമുക്ക് വിളിക്കാം. അപ്പൊ 4 മൂലകളിൽ എന്താ നമ്മൾ വിളിക്കുക? ചതുർഭുജങ്ങൾ അല്ലെങ്കിൽ ക്വാഡ്രിലാറ്ററൽസ്. അങ്ങനെയാണെങ്കിൽ മാഷ് ഇവിടെ ഈ കുറേ ക്വാഡ്രിലാറ്ററൽസിന്റെ ചിത്രം കാണിച്ചിട്ടുണ്ട്. ഇതിന്റെ ഇപ്പുറത്തെ ഭാഗം കുത്തനെ, ഇപ്പുറത്തെ കുറച്ച് ചെരിഞ്ഞിട്ട്, മുകൾ ഭാഗം ചെരിഞ്ഞിട്ട്, ഇതിന്റെ താഴ്ഭാഗം നേരെ, മുകൾ ഭാഗം നേരെ, ഇതിന്റെ 2 സൈഡും കുത്തനെയാണ്. ഇതിന്റെതോ അങ്ങനെ പല രീതിയിലുള്ള ചതുർഭുജങ്ങളില്ലേ, പല രീതിയിലുള്ള 8 ചതുർഭുജങ്ങൾ മാഷ് ഇവിടെ എഴുതിയിട്ടുണ്ട്, മാഷ് ഇവിടെ കാണിച്ചു തന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് വേറെ ക്വാഡ്രിലാറ്ററൽ കണ്ടാലോ? ഇതിന് നമ്മൾ വേറെ പേര് വിളിക്കും. ഇതിനൊരു പ്രത്യേകത ഉണ്ട്, നമ്മൾ കണ്ടു തന്നെ. നോക്കിക്കേ, ഈ ക്വാഡ്രിലാറ്ററൽ നോക്കിക്കേ, ഇതിന്റെ പ്രത്യേകത എന്താ? ഇതിന്റെ 2 സൈഡും കുത്തനെയാണ്, അതിന്റെ മുകൾ ഭാഗവും താഴ്ഭാഗവും രണ്ടും സ്ട്രെയിറ്റ് ആയിട്ട് നേരെയാണ്, ഒരു ചെരിവില്ല. 2 സൈഡിലും കുത്തനെയാണ്, ഒരു ചെരിവില്ലാതെ. മുകൾ ഭാഗത്തും താഴ്ഭാഗത്തുള്ളതിനും ഒരു ചെരിവില്ലാതെ നേരെയാണ് അല്ലേ. ഈ രീതിയിലുള്ള ഷേപ്പിന് നമ്മൾ എന്താ വിളിക്കുക? ഈ രീതിയിലുള്ള ചതുർഭുജത്തെ ക്വാഡ്രിലാറ്ററൽസ് നമ്മൾ ഒരു പ്രത്യേക പേരും കൂടി വിളിക്കും. എന്താണെന്നറിയോ? ചതുരം അല്ലെങ്കിൽ റെക്റ്റാങ്കിൾ എന്ന് വിളിക്കും. അപ്പൊ റെക്റ്റാങ്കിൾ എന്താണെന്ന് എല്ലാ മക്കൾക്ക് മനസ്സിലായല്ലോ. എന്താണ് റെക്റ്റാങ്കിൾ മനസ്സിലായല്ലോ. അപ്പൊ നമുക്ക് വേറെ കുറച്ച് ഷേപ്പുകൾ നോക്കിയാലോ. 4 മൂലകളിലേനെ നമ്മൾ ക്വാഡ്രിലാറ്ററൽ അല്ലെങ്കിൽ ചതുർഭുജം എന്ന് വിളിക്കും. അപ്പൊ 5 മൂലയുള്ളതിനോ? 5 മൂലയുള്ളതിനെ നമ്മൾ എന്താ വിളിക്കുക നോക്കിക്കേ? പെന്റഗൺ എന്ന് വിളിക്കും. പഞ്ചഭുജം. അടിപൊളി പേരില്ലേ. ഇനിയുണ്ട് 6 മൂലകളിലെ നോക്കിക്കേ. 1 2 3 4 5 6 6 മൂലകളിലെ നമ്മള് ഹെക്സഗൺ, അതായത് ഷഡ്ഭുജം എന്ന് വിളിക്കും. 7 മൂലയാല് സെപ്റ്റഗൺ, സപ്തഭുജം എന്ന് വിളിക്കും. 8 മൂലയാല് ഒക്ടഗൺ, അഷ്ടഭുജം എന്ന് വിളിക്കും. അങ്ങനെ കുറെ ഷേപ്പുകൾ ഉണ്ട് കേട്ടോ. അപ്പൊ മക്കളെ, എന്താണ് ചതുർഭുജം, എന്താണ് അങ്ങനെ വ്യത്യസ്ത തരത്തിലുള്ള ഷേപ്പുകൾ എന്നൊക്കെ നിങ്ങൾ പഠിച്ചില്ലേ. അതിൽ ചതുർഭുജത്തിന്റെ പേര് എന്തായാലും നിങ്ങൾ ഓർത്തു വെക്കണം കേട്ടോ. അങ്ങനെയാണെങ്കിൽ അവസാനം നമുക്കൊരു ചിത്രം കൂടി നോക്കിയാലോ. ഇത് നോക്കിക്കേ, ഇതിൽ 2 വരകൾ തമ്മില് ഒരു പോയിന്റിൽ ഇങ്ങനെ കൂട്ടിമുട്ടിട്ടുണ്ട് അല്ലെ. 2 വര ഇങ്ങനെ വന്ന് 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 ഒരു പോയിന്റിൽ കൂട്ടിമുട്ടിയിട്ടുണ്ട്, ഇവിടെ കൂട്ടിമുട്ടിയിട്ടുണ്ട് അല്ലെ. അതിന്റെ ഇടയിൽ ഒരളവ് ഉണ്ടാവും. ആ അളവിന് നമ്മൾ മാത്സിൽ എന്താ വിളിക്കാന്നറിയോ? നമ്മൾ അതിനെ കോൺ അഥവാ ആംഗിൾ എന്ന് വിളിക്കും. അപ്പൊ മക്കൾക്ക് എല്ലാവർക്കും എന്താ ആംഗിൾ മനസ്സിലായോ? ഇതേപോലെ 2 വരകളെ ഒരു പോയിന്റിൽ കൂട്ടിമുട്ടിയിട്ടുണ്ടെങ്കിൽ അതിന്റെ ഇടയിലുള്ള ഒരളവാണ് കോണ്. മനസ്സിലായോ? അപ്പൊ ഒരു അളവാന്ന് പറഞ്ഞൂലേ, ഈ അളവ് എപ്പോഴാ കൂടുകയെന്നറിയോ? ഇത് കണ്ടോ, ഇത് എത്രത്തോളം ഇങ്ങനെ തുറക്കുന്നോ അത്രത്തോളം അതിന്റെ ഇടയിലുള്ള കോൺ ഇങ്ങനെ കൂടി കൂടി വരും. ഇതേ ഇപ്പൊ കോൺ ഇത്രയായി, വീണ്ടും 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 ആ വായ ഇങ്ങനെ തുറന്നാലോ, അപ്പൊ അതിന്റെ ഇടയിൽ കോണ് വീണ്ടും 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 ഇങ്ങനെ കൂടി വരും. അപ്പൊ മക്കൾക്ക് എല്ലാവർക്കും കോൺ എപ്പോഴാ കൂടുക മനസ്സിലായില്ലേ? പിന്നെയും 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 വായ തുറന്നാലോ, അപ്പൊ പിന്നെയും 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 കോൺ ഇങ്ങനെ കൂടും. അപ്പൊ എല്ലാ മക്കൾക്ക് മനസ്സിലായോ എന്താണ് കോണ് എന്നും എപ്പോഴാണ് ഇങ്ങനെ കോണ് കൂടി 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 വരികയെന്ന് മക്കൾക്ക് മനസ്സിലായില്ലേ? അത്രയുള്ളൂ മക്കളെ. അങ്ങനെ നമുക്ക് ഒന്നും കൂടി എന്തൊക്കെ പഠിച്ചെന്ന് ആലോചിച്ച് നോക്കിയാലോ. നമ്മൾ എന്താണ് സ്ലാൻഡഡ് ആയിട്ടുള്ള ലൈന്, എന്താണ് അപ്രൈറ്റ് ആയിട്ടുള്ള ലൈൻ എന്ന് പഠിച്ചില്ലേ? പിന്നെ എന്തൊക്കെയാണ് പഠിച്ചത്? നമ്മുടെ സെറ്റ് സ്ക്വയർസിന്റെ മട്ടങ്ങളുടെ ഉപയോഗം എന്താണെന്ന് പഠിച്ചില്ലേ? പിന്നെ എന്താണ് പഠിച്ചത്? നമ്മൾ വ്യത്യസ്ത തരം ഷേപ്പുകൾ പഠിച്ചില്ലേ? ചതുർഭുജം പഠിച്ചു. പിന്നെ അതിലൊരു പ്രത്യേക ഷേപ്പിനെ കുറിച്ച് പഠിച്ചു. 2 സൈഡും കൊത്തനെയും മുകൾ ഭാഗം താഴ്ഭാഗം നേരായാൽ ആ രീതിയിലുള്ള ഒരു ചതുർഭുജം ഉണ്ടല്ലോ, അതിന് നമ്മൾ എന്താ വിളിക്കുക?
ചതുരൊന്ന് വിളിക്കും, അത് പഠിച്ചില്ലേ. പിന്നെന്താ നമ്മൾ പഠിച്ചത്? പിന്നെ അവസാനമായിട്ട് നമ്മൾ കോണുകളെ കുറിച്ച് പഠിച്ചില്ലേ. എന്താണ് കോണെന്നും പഠിച്ചു, എപ്പോഴാണ് ഇങ്ങനെ കോണ് വലുതാവാന്നും പഠിച്ചില്ലേ. ഇത്രയുള്ള മക്കൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ മനസ്സിലായെങ്കിൽ നേരത്തെ പറഞ്ഞ അതേമാതിരി നമ്മുടെ വീഡിയോ ലൈക്ക് അടിക്കുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കട്ടോ. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോന്നും കൂടി നോക്കണേ. അപ്പൊ നമുക്ക് അടുത്ത അടിപൊളി വീഡിയോയിൽ കാണാം. ബൈ ബൈ.